നിങ്ങൾക്ക് എൻ്റെ പരമമായ ഗതി അനുഭവിക്കണമെന്നുണ്ടോ? എന്നിലേക്ക് ഉയരണമെന്ന് മോഹമുണ്ടോ? എങ്കിൽ പുത്രഭാവേന സ്നേഹയന്തോ, എനിക്ക് വിരോധമില്ല, പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ. പക്ഷെ കൂട്ടത്തിലുണ്ടല്ലോ ബ്രഹ്മഭാവേന അസകചിന്തയന്തോ, എന്തുകൂടി വേണം? ബ്രഹ്മഭാവത്തിൽ എപ്പോഴും, അസകത്ത് പറഞ്ഞാൽ എപ്പോഴും, ചിന്തയന്തോ, നിങ്ങൾ എന്നെ ചിന്തിച്ചോളാം. എന്താ വെച്ചാൽ എന്താ അർത്ഥം? ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഒന്നാണെന്ന, ഒരേ സത്യത്തിന്റെ വന്ന വ്യത്യസ്ത മനസ്സുള്ളവരാണെന്ന ബോധം ഉണ്ടാവണം. ഒരേ എണ്ണയിൽ കുറേ തിരി വെച്ചു കഴിഞ്ഞാൽ തിരിയുടെ സ്വഭാവത്തിനനുസരിച്ച് ദീപം ചെറുതായും വലുതായിരിക്കും. കട്ടിയുള്ള തിരിയാണെങ്കിൽ ദീപത്തിന് കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. ചെറിയ തിരിയാണെങ്കിൽ എണ്ണ പക്ഷെ എല്ലാത്തിലും ഒന്നാണ്. പക്ഷെ തിരിയുടെ വ്യത്യാസത്തിനനുസരിച്ച് തീയിൽ വ്യത്യാസം ഉണ്ടോ? ഇതുപോലെ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന എണ്ണയാകുന്ന ഈശ്വര ചൈതന്യം ഒന്നാണെങ്കിലും ആ മനസ്സാകുന്ന തിരി അതിൻ്റെ വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് അവരുടെ സ്വഭാവങ്ങളിലും വലിപ്പ ചെറുപ്പ വ്യത്യാസം ഉണ്ടാവും. ഈശ്വര ചൈതന്യം ഒന്നാണ്, വ്യത്യാസം എണ്ണ സെയിമാണ്, വ്യത്യാസം തിരിയിലാണ്. അതിനനുസരിച്ചിട്ടാണ് ദീപം ചെറുതാവുന്നതും വലുതാവുന്നതും. മനസ്സിലാവുണ്ടോ? ഇതുപോലെ ഈശ്വര ചൈതന്യം എല്ലാവരിലും ഒരുപോലെയാണ്. തിരിയാകുന്ന മനസ്സിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവത്തിലും വ്യത്യാസങ്ങൾ വരുന്നു. ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ പരമസത്യം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ഭഗവാൻ അച്ഛനോടും അമ്മയോടും പറയുന്നത് എല്ലാ മനസ്സുകളും ഒരേ സത്യത്തിൽ നിന്ന് വന്നതാണ്, വ്യത്യസ്ത മനസ്സുകളായി നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ വേറെയാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത്. ഇതാണ് ഗംഭീരമായ ഉപദേശം. പക്ഷെ അത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തതുപോലെ പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. ശ്രീരാമസ്വാമിക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല? ദശരഥന്. അതുകൊണ്ട് അദ്ദേഹത്തിന് നോക്കൂ, ഈശ്വരൻ പുത്രനായി വന്നിട്ടും അദ്ദേഹത്തിനെ തളർത്താൻ സ്വന്തം ഭാര്യയ്ക്ക് സാധിച്ചു. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേ സാഹചര്യങ്ങൾക്ക് നമ്മളെ തളർത്താൻ സാധിക്കും. എപ്പോ വേണമെങ്കിൽ, എത്ര ശക്തനെ വേണമെങ്കിൽ തളർത്താൻ പറ്റും. ഇപ്പൊ നിങ്ങളെക്കുറിച്ച് അങ്ങോട്ട് അപവാദം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലല്ലോ തളരുമില്ലയോ? ഇല്ലേ? ഒരു പരിധിയിലപ്പുറം നമുക്ക് കേൾക്കാൻ പറ്റില്ല. കുറെ കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞ് ഗംഭീരനായിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള കർണനെ യുദ്ധക്കളത്തിൽ വെച്ച് ശല്യർ അങ്ങനെയാണ് തളർത്തുന്നത്. കർണനെ തളർത്തുന്ന ഒരു രംഗമുണ്ട്. അതായത് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഭീഷ്മർ വീണു, ദ്രോണര് മരിച്ചു. അടുത്ത ചോദ്യം ഇതായിരുന്നു, ആരായിരിക്കും അടുത്ത സാരഥ്യം? ആരാണ് സാരഥ്യവൻ? അപ്പൊ ഒറ്റ കെട്ടായി പറഞ്ഞു കർണനെ ആക്കാം. പക്ഷെ അപ്പോഴേക്കും അവിടെ ചർച്ചകൾ, കൺഫ്യൂഷൻ വന്നു. കർണൻ ക്ഷത്രിയനല്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പൊ അശ്വത്ഥാമാവിനാക്കിയാലോ? ദുര്യോധനൻ ഒറ്റ വാശി കർണനെ ആക്കുള്ളൂ. കർണനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ അവിടെ നിന്നാണ് സർവ്വ സൈന്യാധിപനായിട്ട് നിൽക്കേണ്ടത്. കർണൻ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. എന്താ ഡിമാൻഡ് വെച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തേരോടിക്കാൻ, 5 കുതിരകൾ കെട്ടിയ തേരോടിക്കാനുള്ള കഴിവ് അന്ന് കൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ശല്യർക്കായിരുന്നു. എനിക്ക് ശല്യരെ സാരഥിയായിട്ട് കിട്ടണമെന്ന്. അപ്പോ കൃഷ്ണനെ പോലുള്ളൊരു സാരഥി ശല്യരാണ്. ശല്യരെ വരുത്തി. ശല്യര് പറഞ്ഞു, ഈ സൂതന്റെ ഒന്ന് തേരോടിക്കേണ്ട ഗതി എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ദുര്യോധനങ്ങൾ കലി വന്നു. കർണൻ എൻ്റെ സർവ്വസൈന്യാധിപനാണ്, എൻ്റെ ഉത്തരവാണ് സാരഥ്യം ഏറ്റെടുക്കുന്നത്. അങ്ങക്ക് സാധ്യമല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഉത്തരം തരും, എൻ്റെ വാളുകൊണ്ട് മരിക്കണോ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കണോ? ശല്യര് പറയാണ്, നിന്റെ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ധീരനായി ഞാൻ യുദ്ധക്കളത്തിൽ മരിച്ചോളാം. അറ്റ്ലീസ്റ്റ് കൃഷ്ണനെയൊക്കെ കണ്ടു മരിച്ചാൽ പുണ്യമെങ്കിലും കിട്ടുമായിരിക്കും. ഇതാണ് പറയുന്നത്. അപ്പൊ തന്നെ കൃഷ്ണപക്ഷമാണ് അയാളുടെ മനസ്സ്. അതും കഴിഞ്ഞ് കർണനോട് പറഞ്ഞു, ഞാൻ സാരഥ്യമൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, എന്നോട് നിർത്തുന്ന എങ്ങാനും പറഞ്ഞ അപ്പം ഇറങ്ങിപ്പോ, നിർത്തുമെന്ന് മാത്രം പറയരുത്. അങ്ങനെ അങ്ങോട്ട് പിറ്റേ ദിവസം കർണനെ കൊണ്ടുപോയി യുദ്ധക്കളത്തിലേക്ക്. ആദ്യം തന്നെ കർണനെ കണ്ടു ചോദിക്കുന്നത്, ആയുധമൊക്കെ എടുത്തുവെന്നാണ്. ആയുധം എടുത്തുവെന്നാണ്. പിന്നെ പറയണത്, എടുത്തിട്ട് എന്ത് കാര്യം, ഉപയോഗിക്കാൻ അറിയാത്തവൻ. ആലോചിച്ച് നോക്കൂ, കൊടുക്കുന്ന വാക്ക് കർണനോട്. എന്താ നിനക്കുള്ള ശക്തി? നീ വല്ല ക്ഷത്രിയന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ആണത്വം ഉണ്ടോ നിനക്ക്? ഇനിയങ്ങോട്ടൊന്നിൻ്റെ പുറകിലൊന്നായി പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് നാണം കിട്ട് നോക്കി നിന്ന നിന്റെ സാരഥ്യം, ഇത്ര അറപ്പുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പറയും തോറും കർണൻ ഇങ്ങനെ തളരാൻ തുടങ്ങി. ഒരു നിമിഷം കർണൻ ശല്യരേ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നിർത്തുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. നിർത്തുമെന്നും പറയാൻ പറ്റില്ല, ഇയാൾ വഴിയിട്ട് പോവില്ലേ വണ്ടി.
അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മഹാഭാരതം വായിച്ചു നോക്കൂ നിങ്ങൾ. സർവശക്തനായിരിക്കുന്ന അർജുനനെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള കർണൻ യുദ്ധക്കളത്തിൽ തളർന്ന് ആയുധം താഴ്വെച്ചു. അത്ര ശക്തിയിൽ തളർത്താൻ ആർക്ക് സാധിച്ചു? ശല്യർക്ക് സാധിച്ചു. ആ കഥാപാത്രം അങ്ങനെയാണല്ലോ. അതാണല്ലോ കുട്ടികളും പറയുന്നത്. അല്ലാതെ നമ്മൾ ഡിസേർവ് ചെയ്തൊന്ന് ശല്യപ്പെടുത്താണ്ട് പോകുമെന്നാണ്. അപ്പൊ മനസ്സ് തളർത്തുന്നവരൊക്കെയാണ് പൊതുവെ, മനസ്സ് തളർത്തുന്നവരൊക്കെ വിളിക്കുന്ന പേരാണ് ശല്യം. അങ്ങനെയാണ് ശല്യപ്പെടുത്താണ്ട് പോകും. പേര് തന്നെ എങ്ങനെയാ വന്നിരിക്കുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കി വെക്കൂ. ഏത് ശക്തനെയും തളർത്താൻ ചുറ്റുപാടുകൾക്ക് സാധിക്കും. അപ്പം ദശരഥ മഹാരാജാവിനെ തളർത്താൻ കൈകേയിക്ക് സാധിച്ചു. ഒന്നുകൂടി ശ്രദ്ധിക്കേ. എന്നാൽ അങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയില്ല. ചുറ്റുപാടുകൾക്ക് മനുഷ്യനെ തളർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അർജുനൻ ചുറ്റുപാട് കണ്ട് തളർന്നെങ്കിലും ആ തളർച്ചയിൽ നിന്ന് ഉയരാനും ആർക്ക് സാധിക്കും? മനുഷ്യ മനസ്സിന് സാധിക്കും. നല്ലവരുമായിട്ടുള്ള സംഘം കൊണ്ട് തളരില്ല, ഉയരും. ചീത്ത കൂട്ടുകെട്ടിലാകുമ്പോൾ മനുഷ്യ മനസ്സ് തളരും. ഇതാണല്ലോ കഥ. അപ്പൊ അത് നല്ലവണ്ണം ഉൾക്കൊള്ളൂ. എന്നിട്ട് പിന്നെ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കേൾക്കയോ ഞാനിഹ ചിത്തഭ്രമംബലാലുണ്ടാകയോ മമാം മൃത്യു സമയമുപസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കരദൈവമേ പങ്കജലോചന ആ പരബ്രഹ്മമേ വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു ഏതേവ മുര ചെയ്തു. എന്തീ വണ്ണം പറയുന്നത്? നേരത്തെ സുന്ദരി കന്യക എന്നൊക്കെ വിളിച്ച പാർട്ടിയാണ്. ഇപ്പൊ പല പുലി എന്നൊക്കെയാണ് വിളിക്കുന്നത്. വ്യാഘ്രിയെ പോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നീ എന്താ നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പിന്നീട് തൻ്റെ മനസ്സൊക്കെ തളർന്ന് ഭൂമിയിലൊരു വീഴാണ്. അപ്പൊ അത്രമാത്രം ആ ദശരഥനെ വീഴ്ത്താൻ ആർക്ക് സാധിച്ചു? സാധിച്ചു. നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു പാഠങ്ങളാണ് ഇതൊക്കെ. നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചോളണം. ഒന്ന്, നമ്മുടെ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളെ മാനസികമായി ഉയർത്തുന്ന കൂട്ടുകെട്ടുകളല്ലെങ്കിൽ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലൂടെയെങ്കിലും നമുക്ക് തളരേണ്ടതായിട്ട് വരുമ്പോൾ നാം ഉണ്ടാക്കി വെക്കുന്ന സംസ്കാരം അതിന് വേഗത കൂടും. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംസ്കാരം അത് ഇന്നൊരു വലിയൊരു സത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അതുകൊണ്ട് നല്ലൊരു കൂട്ടുകെട്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. ശരിക്കുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു സത്യമുണ്ട്. പണ്ടതൊക്കെ വളരെ കൂടുതലായിരുന്നു. വീടുകളിൽ നല്ല ചിന്തകൾ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു, നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ ഉള്ള ഒരു നിമിഷ കൂട്ടുകെട്ട് മതി. വാസ്തവത്തിൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക പോലും വേണ്ടെന്നാണ്. അവരെയൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു എനർജി കിട്ടുന്നതാണ്. പിങ്കളാനാമ വേശ്യാസ്. കൃഷ്ണൻ ഒരു ഉദാഹരണം പറയും. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ് പിങ്കള എന്നൊരു പറയുന്ന വേശ്യ. അവളുണ്ടല്ലോ, ദത്താത്രേയൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു നോട്ടം നോക്കിയതായിരുന്നു. ആ നോട്ടത്തിലൂടെ തന്നെ അവൾക്ക് മനസ്സിലായി ജീവിതത്തല്ല ചെയ്യുന്നത്, ഇത് വഴിതെറ്റിയിട്ടുള്ള യാത്രയാണ് എന്നൊരു പരിവർത്തനം വേണം. അങ്ങനെ അവളുടെ ജീവിതം പരിവർത്തനം വന്ന് രാത്രി ഉറങ്ങാൻ നേരത്തെ അവൾ പറയാണല്ലോ, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സന്ധിഞ്ച കാന്താശം സുഖം ശുഷ്വാപ പിങ്കള. അന്ന് രാത്രി കിടക്കുമ്പോൾ അവൾ അതാ പറയും. അവൾക്ക് പരിവർത്തനം വന്നു. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, ഒരു മഹാത്മാവിന്റെ നോട്ടത്തിലൂടെ തന്നെ ഒരാൾക്ക് പോവേണ്ടുന്ന വഴി ഇതല്ലെന്നും മറ്റൊന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വേശ്യ പോലും ഗുരുവായി തീർന്ന അങ്ങനെ ഒരു കഥ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ പറയേണ്ടതില്ല. ഒന്ന്, നോട്ടം തട്ടിയാൽ തന്നെ മതി. സജ്ജനങ്ങളുടെ ഒരു നോട്ടം ഒരേ ഇത് തന്നെ വലിയൊരു സമ്പത്താണ് പറയണത്. അപ്പം ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്കൊക്കെ വ്യാപരിപ്പിക്കണം. കാരണം ഇന്ന് സമൂഹം അത്ര വഴിതെറ്റിയിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളും അവരുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആയി തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരെ വഴി നേരെയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരെത്ര വഴി തെറ്റിപ്പോയിട്ടുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആരാ ഉത്തരവാദി? സമൂഹത്തിനെ കുറ്റം പറയാൻ പാടുമോ? ഇതിലൊക്കെ നമുക്ക് റോളില്ലേ? ഉണ്ടോ ഇല്ലേ? നമ്മളത് വളരെയധികം ഗൗരവപൂർവ്വം ആലോചിക്കണം. അപ്പം ഇതൊക്കെ വളരെ ചിന്തനീയാണ്. ഞങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗവത ഗ്രാമം എന്നൊക്കെ ഉള്ളൊരു പദ്ധതി ഉണ്ടല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെയൊക്കെ വെക്കേഷനിൽ കൊണ്ടുവന്ന്
അവർക്ക് ഇതൊക്കെ കുറെ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. സോ വി ആർ ഔട്ട് ടു വർക്ക് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോഴേ നമുക്ക് നമ്മുടെ പൂർവികന്മാർ തന്ന സംസ്കാരത്തെ നശിക്കാതെ അടുത്ത തലമുറകളിലേക്ക് ഇത്ര ഗംഭീരമായൊരു സംസ്കാരം ലോകത്തിലില്ല. ഒരു വശത്തെ റിലീജിയനും ജീവിതവും തമ്മിൽ യാതൊരു പൊരുത്തമില്ല. പക്ഷെ നമ്മുടെ ഈ സംസ്കാരത്തിനുണ്ടല്ലോ, അത് ജീവിതത്തിൽ വളരെയധികം പ്രായോഗികമാക്കാൻ സാധിക്കുന്നതാണ്. അത് അത്ര ക്ലിയർ ആണത്. അത് നമുക്കങ്ങനെ പെർഫെക്ഷനിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു മഹത്തായ സംസ്കാരം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അത് അടുത്ത തലമുറകളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, അത് വേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സംസ്കാരത്തിൽ നിന്നും അവരൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾ പോയിന്ന് വരില്ല, പക്ഷെ അവരുടെ കുട്ടികൾക്ക് ഇതൊട്ടും ഉണ്ടാവില്ല. അവരൊരു പക്ഷേ ഇതിൽ നിന്നൊക്കെ തലതിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒരു പക്ഷേ അടുത്ത തലമുറ അത്ര അപകടം ഉണ്ടാവില്ല. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു സമ്പർക്കം കൊണ്ടും കുറേയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഇത് അറിയാന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ അടുത്ത തലമുറകളിലേക്ക് ഇത് വളരെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തീരെ സമയം ഉണ്ടാവില്ല. അവിടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ വഴി കാണിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് ദശരഥൻ്റെയൊക്കെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഹൗ ദേ സ്പോയിൽഡ് ദെയർ ലൈഫ്. ദോ ദേ ബോൺ ഇൻ എ ഗ്രേറ്റ് ഫാമിലി, ദോ ഗോട്ട് ഓൾ ദി ഫെസിലിറ്റീസിലെ ചക്രവർത്തിയാണ്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെ ജീവിതമൊക്കെ ഒരു ദുരന്തങ്ങളായി തീരുകയാണ്. ആണോ അല്ലയോ? ദോ ഇൻസ്പൈർട്ട് ഓഫ് എവറിത്തിങ് ദേ ലോസ്റ്റ് എവറിത്തിങ് ആണ്. എവറിത്തിങ് ഉണ്ട്, പക്ഷെ നത്തിങ് ഈസ് ദെയർ എന്നൊരവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നമ്മളൊന്നും പോകരുത്. നമ്മുടെയൊക്കെ വയസ്സുകാലം എന്ന് പറയുന്നത് സംതൃപ്തിയുടെ, കൃതാർത്ഥതയുടെ, ധന്യതയുടെ, പൂർണ്ണതയുടെ ഒരു അനുഭൂതിയായിരിക്കണം. ഒരു സന്തോഷത്തോടുകൂടി വേണം ഇവിടുന്ന് ശരീരം വിട്ടുപോകാൻ. ഒരു കുറ്റബോധത്തിലോ നഷ്ടബോധത്തിലോ ഇവിടുന്ന് പോകരുത്. ശരിയാണോ ഞാൻ പറയുന്നത്? മനസ്സിലാക്കി. ഇതൊക്കെ വെറുതെ തലയാട്ടിയത് കൊണ്ട് കാര്യമില്ല. ഇതിനൊക്കെ നമ്മളൊന്ന് മെനക്കെടണം. വിചാരിക്കരുത് ഇതൊക്കെ താനെ നേരെയിക്കൊള്ളുന്ന. എല്ലാവരും കൂടെ പണിയെടുത്താൽ കുറേയൊക്കെ മാറ്റങ്ങൾ. ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് പോലെയാണത്. നാട്ടിൽ ഈ തിരുവാതിരയ്ക്ക് കൂവ ഉണ്ടാക്കും. അപ്പൊ കുറേ ഇങ്ങനെ നല്ലോണം ഇതാക്കിയാലേ കുറച്ചതിൽ നിന്ന് പോയിട്ടുള്ളൂ. നല്ല പണിയാണ് അതിന്, നല്ല മെനക്കെട്ട സംഗതിയാണത്. ഇതുപോലെയാണ് ഈ നല്ലൊരു സംസ്കാരം വാർത്തെടുക്കണമെങ്കിൽ നല്ലോണം പണിയെടുക്കേണ്ട അതിന്, എന്നാലേ കുറച്ചൊക്കെ അതിന്ന് കിട്ടുള്ളൂ. എന്നാൽ കിട്ടുന്ന സാധനം വളരെ നാടൻ സാധനമാകുമ്പോൾ നല്ല ടേസ്റ്റാണത്. ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് കൂവപ്പൊടിയാണ്, ഏത് പൊടിയാണ് നമുക്കറിയില്ല. അത് ചിലപ്പോൾ അവർ എന്താണ് മൈദപ്പൊടി ഉണ്ടാവും അതിൻ്റെ അകത്ത്, വേറെ ചില പൊടി ഉണ്ടെന്നാണ് പറയുന്നത്. അത് മേടിച്ചവർ പക്ഷേ എന്താണ് ടീൻ ടുടിയൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങൾ കൂടുതൽ പറഞ്ഞാൽ ഒരു കഴിയില്ലേ പിന്നെ നിങ്ങളത്. അതൊക്കെയാണത്. ഇതാണ് സത്യം. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കും. ഇങ്ങനെ അഭിഷേകത്തിൻ്റെ ആദ്യത്തെ രംഗം ദശരഥൻ തളർന്നു. ഏത് ശക്തരെയും വീഴ്ത്താൻ മനുഷ്യ വാക്കുകൾക്ക്, ചിന്തകൾക്ക് സാധിക്കും. നമുക്ക് രാമായണം തരുന്ന വലിയൊരു സന്ദേശം ഇതാണ്. ആരിലൊക്കെ നമ്മൾ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ, ആരിൽ നിന്നൊക്കെ നമ്മൾ സുഖവും സന്തോഷവും പ്രതീക്ഷിക്കുന്നുണ്ടോ, ആരോടൊക്കെ നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ടോ, അവർക്കൊക്കെ നമ്മളെ തളർത്താനുള്ള ശക്തിയുമുണ്ടെന്ന് അറിയണം. മനുഷ്യൻ പലപ്പോഴും തിരിച്ചറിയാത്ത ചില ജീവിത സത്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കുന്ന സത്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടൊരു സത്യമാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധ്യത. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ മറ്റുള്ളവരും ചിന്തിക്കാമെന്നാണ്. കാണാമല്ലേ? അച്ഛനും അമ്മയും മക്കൾ വിചാരിക്കും മക്കള് ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. പക്ഷെ പിന്നീടാണ് അവർക്ക് തിരിച്ചറിയാൻ അവരുടെ ചിന്തകളൊക്കെ എത്രയോ വ്യത്യാസമായിരുന്നു, വേറെയായിരുന്നു. ഈ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെയാണ് ആത്മീയതയ്ക്ക് നമ്മളെ സഹായിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനസ്സുകളും സ്വതന്ത്രമാണ്. ഓരോ